ഒരു നിമിഷം നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. ജനാലകൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന കണ്ണട, ഇവയെല്ലാം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ലോകം എങ്ങനെയുണ്ടാകും? വെറും ഒരു മണൽത്തരയിൽ നിന്ന് മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ അത്ഭുതമാണ് ഗ്ലാസ്. എന്നാൽ ഈ സുതാര്യമായ വിസ്മയത്തിന് പിന്നിൽ യുദ്ധങ്ങളുടെയും രഹസ്യങ്ങളുടെയും കൗതുകം നിറഞ്ഞ കണ്ടുപിടുത്തങ്ങളുടെയും 4000 വർഷത്തെ ചരിത്രമുണ്ട്. ഒരു കാലത്ത് സ്വർണത്തെക്കാൾ വിലയുണ്ടായിരുന്ന രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന ഗ്ലാസ് എങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിലെത്തിയത്? നമുക്ക് നോക്കാം. ലോകം വസ്തുക്കളെ നോക്കുന്നു. ഞാൻ അവയുടെ അസാധാരണമായ ചരിത്രത്തെയും ആരും പറയാത്ത ആ നിഗൂഢ കഥകൾ ഇനി ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പേരോ മുഖമോ തിരയേണ്ട. ഇത് നോബഡി. ഗ്ലാസ് ഒരു മനുഷ്യനിർമ്മിത വസ്തുവാണെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. എന്നാൽ പ്രകൃതി മനുഷ്യനേക്കാൾ മുൻപേ ഗ്ലാസ് നിർമ്മിച്ചിരുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തുവരുന്ന ലാവ പെട്ടെന്ന് തണുക്കുമ്പോൾ രൂപപ്പെടുന്ന കറുത്ത നിറത്തിലുള്ള തിളക്കമുള്ള കല്ലുകളാണ് ഒബ്സിഡിയൻ. ശിലായുഗകാലത്ത്, അതായത് ഏതാണ്ട് BC 70,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യൻ ഈ പ്രകൃതിദത്ത ഗ്ലാസ് ഉപയോഗിച്ച് മൂർച്ചയുള്ള കത്തികളും വേട്ടയാടാനുള്ള ആയുധങ്ങളും നിർമ്മിച്ചിരുന്നു. മറ്റൊരു രസകരമായ വസ്തുത പറയാം. മണലിൽ മിന്നലേൽക്കുമ്പോൾ മണലുരുകി നീളമുള്ള ട്യൂബുകൾ രൂപപ്പെടാറുണ്ട്. ഇതിനെ ഫൾഗറൈറ്റ്സ് അഥവാ മിന്നൽ ഗ്ലാസ് എന്ന് വിളിക്കുന്നു. യഥാർത്ഥ ഗ്ലാസ് നിർമ്മാണം തുടങ്ങിയത് BC 3500-ൽ മെസപ്പൊട്ടേമിയയിലും പുരാതന ഈജിപ്തിലുമാണെന്നാണ് ചരിത്രം പറയുന്നത്. തീരദേശത്ത് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച സോഡാക്കട്ടകൾ മണലുമായി ചേർന്ന് ചൂടായപ്പോൾ ഉരുകി ഒലിച്ചതാണ് ഗ്ലാസിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചതെന്നൊരു കഥയുണ്ട്. ആദ്യകാലത്ത് ഗ്ലാസ് ഇന്നത്തെ പോലെ സുതാര്യമായിരുന്നില്ല. മലിനമായ വസ്തുക്കൾ കലർന്നതിനാൽ പച്ചയോ നീലയോ നിറമുള്ള മുത്തുകളും ചെറിയ ആഭരണങ്ങളുമാണ് അന്ന് നിർമ്മിച്ചിരുന്നത്. അക്കാലത്ത് സ്വർണത്തോളം തന്നെ വിലയുള്ള ഒരു ആഡംബര വസ്തുവായിരുന്നു ഗ്ലാസ്. ഏകദേശം BC 1500 ആയപ്പോഴേക്കും ഈജിപ്തുകാർ ഗ്ലാസ് പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. കോർ ഫോമിംഗ് എന്ന വിദ്യയിലൂടെയാണ് ഇവർ കുപ്പികളും ജാറുകളും ഉണ്ടാക്കിയിരുന്നത്. ഗ്ലാസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നടന്നത് BC 1-ാം നൂറ്റാണ്ടിലാണ്. സിറിയൻ തീരത്തെ കരകൗശല വിദഗ്ധർ ഗ്ലാസ് ബ്ലോയിങ് എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. ഒരു നീളൻ ഇരുമ്പ് കുഴലിന്റെ അറ്റത്ത് ഉരുകിയ ഗ്ലാസ് എടുത്ത് അതിലേക്ക് കാറ്റൂതി വീർപ്പിച്ച് പല രൂപത്തിലാക്കുന്ന ഈ വിദ്യ ഗ്ലാസ് നിർമ്മാണം എളുപ്പമാക്കി. തുടർന്ന് റോമൻ സാമ്രാജ്യം ഈ വിദ്യ ഏറ്റെടുത്തു. അവർ ഗ്ലാസിനെ ജനപ്രിയമാക്കി എന്ന് മാത്രമല്ല, ലോകത്തിലാദ്യമായി ജനാലകളിൽ ഗ്ലാസ് പാളികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതും റോമാക്കാരാണ്. എങ്കിലും അന്നത്തെ ഗ്ലാസിലൂടെ കാഴ്ച വ്യക്തമായിരുന്നില്ല. AD 100-ൽ റോമിലെ അലക്സാൻഡ്രിയയിലാണ് ക്ലിയർ ഗ്ലാസ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. മാംഗനീസ് ഡയോക്സൈഡ് ചേർത്താണ് അവർ ഈ മാറ്റം കൊണ്ടുവന്നത്. റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഗ്ലാസ് നിർമ്മാണത്തിന്റെ കേന്ദ്രം ഇറ്റലിയിലെ വെനിസായി മാറി. AD 1291-ൽ വെനിസ് സർക്കാർ ഗ്ലാസ് ഫാക്ടറികളെല്ലാം മുറാനോ എന്ന ദ്വീപിലേക്ക് മാറ്റി. നഗരത്തിൽ തീപിടുത്തം ഒഴിവാക്കാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഗ്ലാസ് നിർമ്മാണത്തിലെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാനായിരുന്നു ഈ നീക്കം. മുറാനോയിലെ ഗ്ലാസ് നിർമ്മാതാക്കൾക്ക് ദ്വീപ് വിട്ടുപോകാൻ അനുവാദമില്ലായിരുന്നു. രഹസ്യം ചോർത്തിയാൽ വധശിക്ഷയായിരുന്നു വിധി. ഇവിടെ വെച്ചാണ് ക്രിസ്റ്റലോ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും തെളിഞ്ഞ ക്രിസ്റ്റൽ ഗ്ലാസ് പിറന്നത്. ഇറ്റലിയിൽ ആദ്യമായി കണ്ണടകൾ നിർമ്മിച്ചതും ഈ കാലഘട്ടത്തിലാണ്. 1674-ൽ ലെഡ് ഓക്സൈഡ് ചേർത്ത് ലെഡ് ഗ്ലാസ് നിർമ്മിച്ചു. ഇത് ഗ്ലാസിന് കൂടുതൽ തിളക്കവും കട്ടിയും നൽകി. ഇതോടെ വൈൻ ഗ്ലാസുകൾ മറ്റും കൂടുതൽ മനോഹരമായി. 1887-ൽ അർണോൾഡ് മെഷീൻ കണ്ടെത്തിയതോടെ മണിക്കൂറിൽ 200 കുപ്പികൾ വരെ നിർമ്മിക്കാൻ സാധിച്ചു. ഇത് ഗ്ലാസിന്റെ വില കുറയ്ക്കാനും സാധാരണക്കാരിലേക്ക് ഇതെത്തിക്കാനും സഹായിച്ചു. നമ്മുടെ ഇന്ത്യയിൽ ഗ്ലാസിന് അതിപുരാതനമായ ചരിത്രമുണ്ട്. BC 1000-ൽ തന്നെ ഹസ്തിനാപുരിയിലും തക്ഷശിലയിലും ഗ്ലാസ് മുത്തുകൾ ഉപയോഗിച്ചിരുന്നു. പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മരുന്നുകൾ സൂക്ഷിക്കാൻ ഗ്ലാസ് പാത്രങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഗ്ലാസ് നിർമ്മാണം ഒരു കലയായി വളർന്നു. ഇന്ന് ഉത്തർപ്രദേശിലെ ഫിറോസ്ബാദ് ഇതിന് ലോകപ്രശസ്തമാണ്. ഗ്ലാസ് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടുത്തെ വളകളും ഗ്ലാസ് അലങ്കാരങ്ങളും നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. 1959-ൽ ഫ്ലോട്ട് ഗ്ലാസ് എന്ന വിദ്യ കണ്ടെത്തിയതോടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കൂറ്റൻ കെട്ടിടങ്ങളിലെ വലിയ ഗ്ലാസ് പാളികകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് പോലും
വെളിച്ചത്തിന്റെ വേഗതയിൽ ഡാറ്റ കൈമാറുന്ന ഫൈബർ ഒപ്റ്റിക്സിന്റെ വരവോടെയാണ്. വെറും ഒരു മണൽത്തരയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ വരെ എത്തി നിൽക്കുന്ന ഗ്ലാസിന്റെ ഈ അത്ഭുത യാത്ര നിങ്ങൾ കണ്ടല്ലോ. ഓരോ തവണ നിങ്ങളൊരു ഗ്ലാസ് പാത്രത്തിൽ വെള്ളം കുടിക്കുമ്പോഴും ഓർക്കുക, അതിനു പിന്നിൽ 4000 വർഷത്തെ മനുഷ്യന്റെ കഠിനാധ്വാനവും ബുദ്ധിയുമുണ്ട്. ഓരോ സാധാരണ വസ്തുവിന് പിന്നിലും നമ്മൾ കാണാത്ത ഇതുപോലൊരു അസാധാരണ ലോകമുണ്ട്. ആ ലോകത്തെ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് തേടിപ്പോകണം. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത കഥയിൽ കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം. ഇത് നോബഡി.